നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NSS സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? കസേരയോടുകൂടി സുകുമാരൻ നായരെ എടുത്തു പുറത്തെറിയാൻ BJP വിചാരിച്ചാൽ നടക്കുമോ? ജി സുകുമാരൻ നായർക്ക് ഉത്തരം മുട്ടിയോ? NSS നേതൃത്വത്തിന് ഭയം വന്നു തുടങ്ങിയോ? ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക. കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ മന്നത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, NSS നേതൃത്വത്തിന് ഒരു വിചാരമുണ്ട്, തങ്ങളാണ് എല്ലാമെന്ന്. അങ്ങനെ നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. ഈ NSS എന്ന് പറഞ്ഞാൽ അതിനു പിന്നിൽ വളരെയധികം ആളുകളുണ്ട്. സമുദായ ആചാര്യനായിട്ടുള്ള മന്നത്തു പത്മനാഭൻ മുതൽ ഇങ്ങോട്ട് ഒട്ടനവധി ആളുകളുടെ പ്രയത്നമാണ് ഇന്നീ കാണുന്ന സംഘടന. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ നിങ്ങളാണ് എല്ലാം എന്ന് കരുതരുത്. അത് അബദ്ധമാണ് എന്ന മുന്നറിയിപ്പ്, ശക്തമായ മുന്നറിയിപ്പാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നൽകിയത്. ഇത് NSS സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു സാധാരണഗതിയിൽ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നയാൾ ഇത്ര വലിയ രൂക്ഷമായ കടന്നാക്രമണമൊന്നും NSSനെതിരെ നടത്താറില്ല. എന്നാൽ BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്നതിൻ്റെ സൂചനയാണ് CP രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അതേ പരിപാടിയിൽ പങ്കെടുത്ത BJPയുടെ മന്ത്രി സുരേഷ് ഗോപി തന്നെ പിന്നീട് NSS നേതൃത്വം സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തു. അതായത് അകത്തു നിന്ന് BJP ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങളുടെ ആളുകൾ തന്നെ എടുത്ത് ദൂരെ എറിഞ്ഞോളും. തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ചില ശുചീകരണങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്, കോസ്മിക് ലോ ആണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്. സുരേഷ് ഗോപി അതിനെ അല്പം കൂടി ലഘൂകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഉപരാഷ്ട്രപതി അടിച്ചു കളഞ്ഞു. NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് ഉത്തരമില്ല. ഇന്നിപ്പോൾ NSSന്റെ പ്രതികരണമുണ്ട്, ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും വാക്കുകൾക്ക് മറുപടി നൽകുന്നില്ല എന്നാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് NSS നേതൃത്വം ചെയ്തിരിക്കുന്നത്. അതായത് ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും പറഞ്ഞ വാക്കുകൾക്ക് NSSന് മറുപടിയില്ല, NSSന് ഉത്തരം മുട്ടിയിരിക്കുന്നു. ഉപരാഷ്ട്രപതിയുടെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ലക്ഷ്യം രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യമാണ് എന്നാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, മന്നം സമാധിയിൽ വിലക്കുകളില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രോട്ടോകോൾ പാലിക്കണം, അതുമാത്രമാണ് ആവശ്യപ്പെട്ടത്. പ്രോട്ടോകോൾ പാലിക്കാത്തവരെ ഇറക്കിവിടും എന്നൊക്കെയാണ് ജി സുകുമാരൻ നായർ ഇപ്പോഴും പറയുന്നത്. ഉപരാഷ്ട്രപതിയുടെ വാക്കുകൾക്ക് അർഹതയില്ല, അത് രാഷ്ട്രീയമാനമുള്ളതാണ് എന്നൊക്കെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ചോദ്യം അതൊന്നുമല്ല. BJPയുടെ സമുന്നതരായ പല നേതാക്കളെയും NSS ആസ്ഥാനത്ത് നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് BJPയുടെ മനസ്സിൽ. അത് പഴയ കാര്യങ്ങൾ മാത്രമല്ല, അത് NSS ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. LK അദ്വാനിയുടെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ പണി. LK അദ്വാനിയുടെ അയോധ്യ രഥയാത്ര നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് BJP വലിയ സ്വാധീനമുള്ള പാർട്ടിയൊന്നുമല്ല. എങ്കിൽ പോലും അയോധ്യയിലേക്ക് അദ്വാനി നടത്തിയ രഥയാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ഈ രാജ്യത്തെമ്പാടുമുള്ള ജനപ്രതിനിധികളും സംഘടനകളും അതോടൊപ്പം തന്നെ പൗരപ്രമുഖരുമെല്ലാം LK അദ്വാനിയുടെ രഥയാത്രയെ വരവേറ്റു. അദ്വാനിയുടെ രഥയാത്രയ്ക്ക് സ്വീകരണം നൽകി. ഈ രഥയാത്രയുമായി അദ്വാനി പെരുന്നയിലെത്തിയപ്പോഴാണ് മന്നം സമാധി സന്ദർശിക്കാനായി അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത്. അവിടെ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തണമായിരുന്നു. ഈ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ യാത്രയായിരുന്നു അദ്വാനി നടത്തിയത്. ആ സമയത്ത് മന്നത്തിൻ്റെ അനുഗ്രഹം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ മന്നം സമാധിയിലേക്ക് എത്താൻ ആഗ്രഹിച്ചു, അതിൻ്റെ അനുവാദം ചോദിച്ചു. പക്ഷേ NSS നേതൃത്വം അത് അനുവദിച്ചില്ല. LK അദ്വാനിയെയാണ് ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത്. CV ആനന്ദബോസ് തന്നെ ബംഗാൾ ഗവർണറായിരുന്നു. തന്നെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ഈ പറയുന്ന ജി സുകുമാരൻ നായർ അനുവദിച്ചില്ല. ചില ഗേറ്റ് കീപ്പർമാർ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എന്നൊക്കെ തുറന്നടിച്ചിരുന്നു. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത സ്മൃതി മണ്ഡപത്തിൻ്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. NSSന്റെ വേദിയിൽ ഇരുന്നു കൊണ്ട് NSSന്റെ മടയിൽ വന്നിട്ടാണ് അദ്ദേഹം തുറന്ന വിമർശനം നടത്തിയത്. 2025 തനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഈ ഗേറ്റ് കീപ്പർമാരെല്ലാമാണെന്ന് വിചാരിക്കേണ്ട. ഇന്നിപ്പോൾ ഉപരാഷ്ട്രപതി പറഞ്ഞ അതേ അർത്ഥത്തിലുള്ള വാക്യം തന്നെയാണ് അന്ന് CV ആനന്ദബോസും പറഞ്ഞത്. അതായത് ആനന്ദബോസ് മന്നം സമാധി സന്ദർശിച്ചപ്പോഴും അദ്ദേഹത്തെയും ഇറക്കി വിട്ടു എന്നാണ്. CP രാധാകൃഷ്ണനെ 2026 ഇറക്കി വിട്ടു. അവിടെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS നേതൃത്വം അനുവദിച്ചില്ല. അതേസമയം 1996 PV നരസിംഹറാവു കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് സന്ദർശന അനുമതി നൽകിയെന്ന് മാത്രമല്ല,
PV നരസിംഹറാവുവിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബൂട്ടിട്ടുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ മന്നസമാധിയിൽ കയറുകയും ചെയ്തു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിവേചനം അത് സംസ്ഥാന നേതൃത്വം, NSSൻ്റെ സംസ്ഥാന നേതൃത്വം തങ്ങളോട് കാട്ടുകയാണ് എന്ന് BJPക്ക് വ്യക്തമായി ബോധ്യം വന്നിരിക്കുന്നു. അത് കണ്ട് അടങ്ങിയിരിക്കാൻ BJP തയ്യാറാകുന്നില്ല. ചില പ്രവർത്തനങ്ങൾ, ചില ബദൽ മാർഗങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് BJP പറയുകയാണ് ഇവിടെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ദില്ലിയിൽ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടായത്. അത് ബദൽ മാർഗമാണ് എന്ന് സുരേഷ് ഗോപി ഇന്നലെ പറയുകയും ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, അതായത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി NSS നേരെ CPMൻ്റെ മടയിലേക്ക് കയറി ചെന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ സമദൂരമൊക്കെ വെടിഞ്ഞുകൊണ്ട് CPMന് പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം പോലും NSS ജനറൽ സെക്രട്ടറി നടത്തി. ഏത് സമയത്ത് വേണമെങ്കിലും UDFൻ്റെ മേൽക്കൈ നഷ്ടപ്പെടാം, UDF അധികാരത്തിൽ വരില്ല, LDF തന്നെയായിരിക്കും അധികാരത്തിൽ തുടരുക എന്ന നിലപാടെടുത്ത സംഘടനയാണ് NSS. അല്ലെങ്കിൽ NSSൻ്റെ നേതൃത്വം അങ്ങനെയൊരു നിലപാടെടുത്തിരുന്നു. ഇതെല്ലാം കേരളത്തിൽ നടന്ന ഒരു വലിയ രാഷ്ട്രീയ ഇടപെടലുകളാണ്. VD സതീശനെ അന്ന് അദ്ദേഹം തുറന്ന് എതിർത്തു. VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം SNDP VD സതീശനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടു. പക്ഷെ പിന്നീട് NSS നേതൃത്വം VD സതീശനെ കാണാൻ 2 തവണ ശ്രമിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. 2 തവണയും മുഖ്യമന്ത്രി ഇറക്കിവിട്ടു. VD സതീശൻ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. BJPയും G സുകുമാരൻ നായർക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും നടത്തിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ. ഇതിനോട് കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി പ്രതികരിക്കുകയും നീങ്ങുകയുമാണ് ഇപ്പോഴത്തെ NSS സംസ്ഥാന നേതൃത്വം. BJP അടക്കമുള്ള ചില പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി NSSൽ ഇപ്പോഴത്തെ നേതൃത്വം പോരാ, അതിന് സമാന്തരമായ ഒരു വിഷയം അല്ലെങ്കിൽ സമാന്തരമായ ഒരു സംവിധാനം NSSൽ വേണം. അല്ലെങ്കിൽ NSS പിളർക്കാനുള്ള ഗൂഢാലോചനകൾ ഇതെല്ലാം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വം സംഘടനയെയും അതുപോലെ തന്നെ സംഘടനാ അംഗങ്ങളെയും കൂടുതൽ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് പരിഹാരം. അല്ലെങ്കിൽ സംഘടന 2, 3, 4 ഒക്കെയായി പിളർന്നു എന്ന് വരും.